സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയെ പാപത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതിനു വേണ്ടി സ്വർഗീയ മഹത്വം വെടിഞ്ഞുകൊണ്ട് ബത്ലഹേമിൽ അവതരിച്ച യേശുവിന്റെ തിരുപ്പിറവി വീണ്ടും പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ ഇവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അങ്ങ് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം. ഈ 2025 പ്രാരംഭ മാസം മുതൽ ഈ സമാപന മാസം വരെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും എല്ലാ ഇടങ്ങളിലും അവിടെ നിന്ന് അനുഗ്രഹിച്ചു വന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം. കുടുംബമായി ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ആഴമേറിയ വിശ്വാസ ജീവിതത്തിനും പ്രത്യാശയ്ക്കും സമർപ്പണത്തിനുമായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ പ്രാപ്തരാക്കുകയാണ് അങ്ങേക്ക് സ്തോത്രം. പ്രിയ സിസ്റ്ററെയും പ്രിയ കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ മഹത്വകരമേറിയ ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുപ്പാൻ അങ്ങ് അനുവദിച്ച സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞു പോയ ദിവസത്തിൽ പ്രിയ പൈതലിന് നേരിട്ട് പ്രയാസത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചു തോർത്ത സ്തോത്രം. പൂർണ്ണമായ സൗഖ്യത്തെ അനുഭവിപ്പാനിടയാകും. ചെയ്യുന്ന എല്ലാ ചികിത്സകളും എളിയ പൈതലിന് ആശ്വാസമായി അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. പ്രിയദാസ് മകനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു. തൻ്റെതായ പൊതുപ്രവർത്തന മേഖലകളിൽ തൻ്റെതായ ജോലി ഇടങ്ങളിലെല്ലാം ദൈവകൃപകളേറെ സ്വീകരിപ്പാൻ കർത്താവെ സഹായിക്കണം. ശാരീരികമായി മാനസികമായി എല്ലായ്പ്പോഴും ആരോഗ്യവാനായിരിക്കാൻ സഹായിക്കണമേ. ഈ വരുന്നതായ ക്രിസ്മസ് നാളുകൾ, പുതിയ വർഷം പ്രിയപ്പെട്ടവരെല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെ ദിവസങ്ങളാക്കി തീർക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ക്രിസ്മസും നവവത്സര ദിവസങ്ങളും ആശംസിക്കുന്നു. ആമേൻ.